ഇതാണ് നമ്മുടെ വേസ്റ്റ് ഓയിൽ സ്റ്റവ് ആണിത്. അതായത് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹോട്ടലിലെ വേസ്റ്റായിട്ട് വരുന്ന ഓയിലുണ്ടല്ലോ, ഇപ്പം ചിക്കൻ ഫ്രൈ ചെയ്യുന്നതോ അതല്ലെന്നുണ്ടെങ്കിൽ ചിപ്സൊക്കെ ഉണ്ടാക്കുന്ന ആ എണ്ണ യൂസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യാവുന്ന സ്റ്റവ് ആണിത്. 1 ലിറ്റർ ഓയിലിൻ്റെ അകത്ത് ഇത് ബേസ് മോഡലാണ്. 1 ലിറ്റർ എണ്ണയ്ക്കകത്ത് വരുമ്പോൾ ഇത് 3 മണിക്കൂറാണ് കത്തിക്കാൻ പറ്റുന്നത്. പിന്നെ വേസ്റ്റ് ഓയിൽ മാത്രമല്ല, ഡീസൽ കത്തിക്കാം, അതുപോലെ കരി ഓയിലുമാണ് മെയിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് 3 മോഡലാണ് ഈ മെഷീനകത്ത് വരുന്നത്. ബേസ് മോഡൽ വരുന്നുണ്ട്, സ്റ്റാൻഡേർഡ് വരുന്നുണ്ട്, പിന്നെ ലാർജ് വരുന്നുണ്ട്. ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീ ഷോപ്പുകളിലേക്കുള്ള പർപ്പസിന്, അതായത് ഒരു സമോവർ വെക്കുക അങ്ങനെയൊക്കെയുള്ള പരിപാടിക്കാണ് ബേസ് മോഡൽ യൂസ് ചെയ്യുന്നത്. ഒരു 14 ഇഞ്ച് വരെയുള്ള പാത്രം, മാക്സിമം 14 ഇഞ്ച് വരെയുള്ള പാത്രമാണ് ബേസ് വെക്കാൻ പറ്റുന്നത്. സ്റ്റാൻഡേർഡ് വരുമ്പോഴത്തേക്ക് ഇപ്പോൾ ചിപ്സ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്യുക അങ്ങനെയൊക്കെയുള്ള പരിപാടിക്കാണ് സ്റ്റാൻഡേർഡ് മെഷീൻ യൂസ് ചെയ്യുന്നത്. പിന്നുള്ള ലാർജ് മോഡലാണ്. ലാർജിൻ്റെ കേസ് വന്നു കഴിയുമ്പോൾ ചെമ്പ് വെക്കാനുള്ള പർപ്പസിനാണ് ലാർജ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇതാണ് ടാങ്ക് വരുന്നത്. ടാങ്കിൻ്റെ അകത്ത് എന്താണോ ഫ്യൂവൽ, ഇപ്പം ചായയുടെ കേസിന് മാത്രമേ നമ്മൾ ഈ പറഞ്ഞ വേസ്റ്റ് ഓയിൽ യൂസ് ചെയ്യാൻ പറ്റൂ. അതായത് ചിപ്സൊക്കെ വറക്കുന്ന എണ്ണ അല്ലെങ്കിൽ ബജ്ജി ഉണ്ടാക്കുന്ന എണ്ണയൊക്കെ ചായയുടെ പർപ്പസ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. അതല്ല ഇത്രയും ഹൈ ഫ്ലെയിം വേണമെന്നുണ്ടെങ്കിൽ ഡീസൽ തന്നെ യൂസ് ചെയ്യണം. എന്താണോ ഫ്യൂൽ, ആ ഫ്യൂൽ ഫസ്റ്റ് ടാങ്കിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. കൊടുത്തതിന് ശേഷം ടാപ്പ് വരുന്നുണ്ട്. ഇത് ഗ്രാവിറ്റി വഴിയാണ് ഇത് താപ്പോട്ട് പോകുന്നത്. അല്ല പ്രത്യേകിച്ച് പ്രഷറൈസ് ചെയ്തല്ല ഫ്യൂവലിനെ വിടുന്നത്, ഗ്രാവിറ്റി ഫീഡിംഗ് എന്നാണ് പറയുന്നത്. ടാങ്കിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത സാധനം ടാപ്പ് വെച്ച് തുറന്നു കൊടുക്കും. അപ്പോൾ 1 മിനിറ്റിൽ ഒരു 30 തുള്ളി, അതാണ് ഇതിൻ്റെ ഒരു കണക്ക് വരുന്നത്. അത് നേരെ ഇതിൻ്റെ അകത്തോട്ട് വരുന്നു. ഒരു ടിഷ്യൂ പേപ്പർ കത്തിക്കാൻ നേരത്ത് മാത്രം മതി. കത്തിക്കഴിഞ്ഞാൽ പിന്നീട് യാതൊരു തടിയുടെയോ അല്ലെങ്കിൽ മറ്റ് ടിഷ്യൂ പേപ്പറോ ഒന്നും ആവശ്യമില്ല. കത്തിക്കുന്ന ടൈമിൽ മാത്രം ഒരു പേപ്പർ യൂസ് ചെയ്യുക. പിന്നെ ഒരിക്കലും ഗ്യാസിൻ്റെ കൂട്ട് നമുക്ക് ഇതിനെ മൈന്യൂട്ടായിട്ട് കുറയ്ക്കാനോ അല്ലെങ്കിൽ മാക്സിമം കൂട്ടാനോ പറ്റത്തില്ല. ഇതിനെ ഒരു 30%, 70%, 100% അങ്ങനെ ഒരു 3 ലെവലായിട്ട് മാത്രം. ഇതിപ്പോൾ ഒരു മിനിമം സ്പീഡാണ്. ഇതിനിപ്പോൾ പെട്ടെന്ന് കൂട്ടുന്ന ടൈമിൽ നല്ലപോലെ നാളി കത്തും. ഇതിപ്പോൾ ഡീസലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു പവർ, മാക്സിമം പവർ വരുന്നത്. ഇത്രയും തീ അച്ചീവ് ചെയ്യാൻ വെറും 15 മിനിറ്റ് മതി. പിന്നെ സ്റ്റാൻഡേർഡ് മെഷീൻ്റെ കേസിൽ എന്ന് പറഞ്ഞാൽ ഒരു 10 ലിറ്റർ വെള്ളം തിളയ്ക്കാൻ ഏകദേശം ഒരു 9 മിനിറ്റാണ് ടൈം ആവശ്യമായിട്ടുള്ളത്. ചെറുതിന് അങ്ങനല്ല, ചെറുത് വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 15 മിനിറ്റ് പിടിക്കും 10 ലിറ്റർ വെള്ളം തിളയ്ക്കാൻ വേണ്ടിയിട്ട്. ഏറ്റവും വലിയ പോസിറ്റീവ്, പെട്ടെന്ന് ഫ്യൂവല് ഇപ്പോൾ ഗ്യാസ് തീർന്നു കഴിഞ്ഞാൽ ഇപ്പോൾ മഴക്കാലമായ തടിയൊക്കെ കിട്ടാൻ പാടാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവിടെ ഉള്ള വേസ്റ്റ് ഓയിൽ എന്താണോ, ഇപ്പോൾ എന്ത് ഫ്രൈ ചെയ്ത ഓയിൽ അങ്ങനെ ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. അതല്ലെന്നുണ്ടെങ്കിൽ ഡീസൽ ഉപയോഗിക്കാം. അതാണ് ഏറ്റവും വലിയ പോസിറ്റീവ് വരുന്നത്. പിന്നെ 1 ലിറ്റർ ഓയിലിൻ്റെ അകത്ത് 3 മണിക്കൂർ കൺഫേം ആയിട്ട് കത്തിയിരിക്കും. ഇത്രയും പവർ കിട്ടത്തില്ല. ഡീസലിനാണെങ്കിൽ മാത്രമേ ഹൈ ഫ്ലെയിം കിട്ടത്തുള്ളൂ. ഒരു മീഡിയം ഫ്ലെയിമാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ ഈ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയ്ക്കകത്തൊക്കെ ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും പോസിറ്റീവ് വശം വരുന്നത്. നമ്മൾ ടാറ്റയുടെ സ്റ്റീലാണ് ഉപയോഗിച്ചിരിക്കുന്നതല്ല. പിന്നെ ടാങ്ക് വരുമ്പോൾ 1.5 ലിറ്ററാണ് വെച്ചിരിക്കുന്നത്. ചെറുതിന് 1.5 വരും, വലുത് ലാർജ് മെഷീൻ വരുമ്പോഴത്തേക്ക് 3.5 ലിറ്റർ വരും. ഇത് നമ്മുടെ ലാർജ് മോഡൽ മെഷീനാണ് വരുന്നത്. ഇതുപോലെ 2 ഫീറ്റാണ് സ്ക്വയർ വരുന്നത്. ചെമ്പ് വെക്കുന്ന പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും വലിയ മെഷീൻ എടുക്കുന്നവരെല്ലാവരും ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കഴിവതും കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ പാം ഓയിലോ യൂസ് ചെയ്യാൻ നിൽക്കരുത്. ഇത്രയും വലുത് എടുക്കുന്നവർക്ക് എന്തായാലും ഇത്രയും ഫ്ലെയിം വേണം. ഈ ഫ്ലെയിം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഡീസൽ, അതല്ല കരി ഓയിൽ നമ്മൾ പ്രിഫർ ചെയ്യാറില്ല. പിന്നെ അത് അവരവരുടെ ഇഷ്ടമാണ് എന്ത് ചെയ്യണമെന്നുള്ളത്. ഇതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ 1 ലിറ്റർ ഓയിലിനകത്ത് ഏകദേശം ഒരു 1.25 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെയാണ് ഫ്ലെയിം കിട്ടും. ഇതൊരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഓരോ മിനിറ്റ് കഴിയുന്നവർ ഇതിൻ്റെ ഫ്ലെയിം കൂടി വരത്തേയുള്ളൂ. പിന്നെ എന്താണോ നിങ്ങളുടെ ആവശ്യം അതനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഡെലിവറി ടൈം ഒരു 1 വീക്കാണ് പിടിക്കുന്നത്. ആഴ്ച നമുക്കൊരു 50 സ്ലോട്ടാണ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് അനുസരിച്ച് എന്തായാലും മാക്സിമം ഒരു 1 വീക്ക് നമുക്ക് എന്തായാലും പിടിക്കും. പിന്നെ പലർക്കും ഡൗട്ട് ഒരു ഓയിൽ ലീക്ക് വരുമോ എന്നുള്ളത്. ഇപ്പം എന്ത് ഓയിൽ ഒഴിച്ചാലും അതിൻ്റെ ചുറ്റും ലീക്ക് വരുമോ എന്നുള്ളത്. അപ്പോൾ അതിനെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ഓവർഫ്ലോ ആവരുത്. ഈ ചാമ്പറിൻ്റെ അകത്ത് ഒരു 5 mm മാത്രം എണ്ണ മതി. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ ഓവർഫ്ലോ വരും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് ടിഷ്യൂ പേപ്പറോ തുണിയോ വെക്കുന്നുണ്ട്. ആ വെക്കുന്നതിന് ഒരു പ്രത്യേക രീതിയുണ്ട്. ആ രീതി വെച്ച് കഴിഞ്ഞാൽ ഒട്ടും ഓവർഫ്ലോ വരത്തില്ല. അത് നമ്മൾ മെഷീൻ എടുക്കുന്നവർക്ക് എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടത് കാണിച്ചു കൊടുക്കും എങ്ങനെയാണെന്നുള്ളത്. ഇത് പിന്നെ നമ്മൾ MS-ലാണ് ഈ മെറ്റീരിയൽ ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ പലരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇവിടെ സൈഡ് കവർ ഒന്നും അടിക്കാതെയാണ്. ഇപ്പോൾ കവർ അടിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് പറഞ്ഞാൽ ചൂട് അതിനകത്ത് തന്നെ നിന്നിട്ട് ഈ ബ്ലോവർ എല്ലാം പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവും. എയർ ഫുള്ളായിട്ട് കയറി ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്നത്. പിന്നെ അതല്ലാന്നുണ്ടൊരു സെറാമിക് കോട്ടിങ്ങോ ഈ ഫൈബർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചൂടിനെ കൺട്രോൾ ചെയ്യാനും പറ്റും. പക്ഷേ വില കൂടും. അപ്പോൾ ഇപ്പം നമ്മളിത് കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബേസ് മോഡൽ നമ്മുടെ 7000 ആണ്. 7000 മുതൽ 15 വരെയുള്ള മോഡലാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ സെറാമിക് കോട്ടിംഗ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വേറെ ഒരു 10,000 രൂപയുടെ എക്സ്ട്രാ വരും. അപ്പോൾ എല്ലാവർക്കും ഒന്ന് അഫോർഡബിൾ ആവുന്ന രീതിയിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ആർക്കും ഒരു ബുദ്ധിമുട്ട് വരത്തില്ല. പക്ഷേ അങ്ങനെ വേണ്ടി ഇപ്പോൾ സെറാമിക് കോട്ടിങ് വെച്ച് തന്നേ പറ്റും. അങ്ങനെയുള്ളവർക്ക് അത് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. സർവീസിൻ്റെ കേസ് എന്ന് കഴിയുമ്പോൾ ഇതല്ല ഞങ്ങളുടെ മെയിൻ പ്രോഡക്റ്റ് വരുന്നത്. ഇതിപ്പോൾ ഒരു 3-4 മാസമായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളൊരു 5 വർഷമായിട്ട് ഈ ഫീൽഡിലുള്ളതാണ്. പേപ്പർ ബാഗ്, ടിഷ്യൂ പേപ്പറിൻ്റെ മെഷീനറീസാണ് നമ്മൾ, ഹെവി ഡ്യൂട്ടി മെഷീനറീസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ മെഷീനൊക്കെ വരുമ്പോൾ ഏകദേശം 2000-1500 കിലോ വരുന്ന മെഷീനറീസ്.
അപ്പോൾ ഇത് കാരണം നമുക്ക് അതിലൊരു ചീത്തപ്പേര് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇത് ഏറ്റവും ബെസ്റ്റായിട്ട് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഇതിന് സർവീസ് വരുമ്പം അങ്ങനെ വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഡെയിലി ഇപ്പം കോക്കനട്ട് ഓയിലോ അതല്ലെന്നുണ്ടെങ്കിൽ പാം ഓയിലോ ഒക്കെ ചെയ്യുവാണെങ്കിൽ മാത്രമേ ഡെയിലി ക്ലീനിങ്ങിൻ്റെ ആവശ്യം. അതല്ല ഡീസലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്യുക പോലും വേണ്ട, കത്തി തീരുമ്പോൾ തന്നെ അത് ഓൾറെഡി നല്ല കംപ്ലീറ്റ് ആയിട്ട് ഒട്ടും അഴുക്കൊന്നും ഇല്ലാതെ തന്നെ ബർണർ ക്ലീൻ ആയിട്ടേ വരത്തുള്ളൂ. പിന്നെ ഓൾ ഓവർ ഇന്ത്യ നമ്മൾ കൊറിയറാണ് ചെയ്യുന്നത്. വന്ന് കാണേണ്ടവർക്ക് വന്ന് കാണാം, വന്ന് കണ്ട് അവർക്ക് ഏതാണോ മോഡൽ ആപ്റ്റായിട്ടുള്ളത് കത്തിച്ച് നോക്കി തന്നെ എടുക്കുന്നത്. നമ്മൾ തിരുവനന്തപുരമാണ് സ്ഥലം വരുന്നത്. തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ കാച്ചാണിയാണ് പ്രോപ്പർ സ്ഥലം വരുന്നത്. കമ്പനിയുടെ പേര് ഡെക്കാൻ കൺട്രോൾ എന്നാണ് കമ്പനിയുടെ പേര്.